ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ കണ്ണ്, നാക്ക്, ത്വക്ക് മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ഈ ലോകത്തിലെ വിഷയങ്ങളെ മാത്രമേ കാണാൻ കഴിയൂ. കണ്ണിന് കാണപ്പെടുന്ന ഈ പ്രപഞ്ചത്തിലെ സർവ്വരൂപങ്ങളെയും നിറങ്ങളെയും മാത്രമേ തിരിച്ചറിയാൻ പറ്റൂ. എന്നാൽ നമുക്കൊക്കെ ഈ കണ്ണിന് കണ്ണായിരിക്കുന്ന, മനസ്സിനും കണ്ണായിരിക്കുന്ന ബോധം, ആ ബോധത്തിന് ഇത് മനസ്സിന് കാണാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ബോധതലത്തിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയും. ബോധതലത്തെ പ്രവർത്തിപ്പിക്കുന്ന പരമാത്മാവിലേക്ക് എത്തുമ്പോൾ സർവജ്ഞത്വം കൈവരിക്കാൻ സാധിക്കും. അതിനാൽ ഒരു കവി പറയുകയാണ്, കണ്ണില്ലേലും കാണാമുള്ളിൻ കണ്ണാലവിടെ തെളിവിൽ, പിന്നെ കാണാം താനേ തത്വം കാണും കണ്ണതു താനെന്നും. കണ്ണില്ലേലും കാണാം ഉള്ളിൻ, ഈ കണ്ണില്ലെങ്കിലും നമുക്ക് കാണാൻ കഴിയും ഉള്ളിലെ കണ്ണ്, ഉൾക്കണ്ണ്. കണ്ണാലവിടെ തെളിവിൽ, ഉൾക്കണ്ണുകൊണ്ട് വളരെ വ്യക്തമായി, തെളിവെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി നമുക്ക് ഉള്ളിൽ, അതായത് ബഹിർഗമിക്കാതിരുന്നാൽ, നമ്മുടെ മനസ്സെപ്പോഴും ഇന്ദ്രിയങ്ങളിൽ കൂടി പുറത്തേക്കാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതൊഴുകാതിരുന്നാൽ അതേ മനസ്സ് തന്നെ അത് തൻ്റെ ഉൽപ്പത്തി സ്ഥാനമായ ബോധമണ്ഡലത്തിലേക്ക് ഉയരും. ആ ബോധമണ്ഡലത്തിലെത്തുമ്പോഴാണ് താൻ ഇതുവരെ ധരിച്ച, മനസ്സിലൂടെ കണ്ട അറിവുകൾ അല്ല വാസ്തവത്തിൽ അറിവ്, അതിനപ്പുറത്താണ് കിടക്കുന്നത് എന്ന്. അതാണ് കണ്ണില്ലേലും കാണാമുള്ളിൻ കണ്ണാലവിടെ തെളിവിൽ, ഉൾക്കണ്ണുകൊണ്ട് വളരെ വ്യക്തമായി എന്താണവിടെ എന്ന് കാണാം. അത് കാണാൻ കഴിയും. മാത്രമല്ല പിന്നെ നമുക്ക് ബോധിക്കാൻ കഴിയും താനും അത് തന്നെയാണ് എന്ന്. അതിൽ നിന്ന് വേറെ ഒന്നല്ല, നാം ഓരോരുത്തരും, നമ്മളെല്ലാം തന്നെ ആ പരമതത്വമാണ് എന്ന ബോധം നമുക്ക് ഈ മനോതലത്തിൽ നിന്നും ബോധതലത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. വികാരപരമായ മനസ്സും വിവേകത്തോടു കൂടിയ ബുദ്ധിയും വളരെ വ്യത്യാസമുണ്ട്. ബുദ്ധിയിൽ നിന്നാണ് മനസ്സുണ്ടായിരിക്കുന്നത്, ബുദ്ധി ആത്മാവിൽ നിന്നുമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്രകാരം ഈ മനസ്സ് ഇന്ദ്രിയതലത്തിലൂടെ ലോകത്തിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് എല്ലാ അജ്ഞാനത്തിന് കാരണമായ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ നിന്നാണ് നമുക്ക് നിവൃത്തി കിട്ടേണ്ടത്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ വിഷയതലങ്ങളെ കൈകാര്യം ചെയ്യാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആരാണെന്ന സത്യം നമുക്ക് ബോധിക്കണമെങ്കിൽ ഉൾക്കണ്ണിലൂടെ നോക്കിക്കാണണം. ഇപ്പോൾ ബഹിർദൃഷ്ടികളാണ്, പുറമേയുള്ള കണ്ണുകളെ കൊണ്ട് മാത്രം ആ സത്യാവസ്ഥ ബോധിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കണമെങ്കിൽ നാം ആ ഉൾക്കണ്ണ് തുറന്നാൽ മാത്രമേ പറ്റൂ. കണ്ണില്ലേലും കാണാമുള്ളൻ കണ്ണാലവിടെ തെളിവിൽ, പിന്നെ കാണാം താനേ തത്വം കാണും കണ്ണതു താനെന്നും. അതായത് തത്വം നമുക്ക് തനിയേ ബോധ്യമാകും. കാണുന്ന കണ്ണും താനും ഒന്നാണ്. താൻ അതിൽ നിന്ന്, നാം ഓരോരുത്തരും അതിൽ നിന്ന് വ്യത്യസ്തരല്ല എന്ന പരമസത്യം നമുക്ക് ബോധ്യമാകും.